أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وما وجدنا لأكثرهم من أحد وإن وجدنا أكثرهم لفاسقين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനായ റബ്ബ് നമ്മളുടെ സൽക്കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും പ്രവേശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ തല കൊയ്യുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനെ ചരിത്രത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മളൊക്കെ കേട്ട സംഭവമാണ്. സുറാഖ എന്ന് പറയുന്ന ആ മനുഷ്യൻ പ്രവാചകനെ പിന്തുടരുകയും പ്രവാചകനെ കണ്ടെത്തുകയും എന്നാൽ അവിടെ വെച്ച് ചില അത്ഭുതങ്ങൾ സംഭവിക്കുകയും തന്റെ കുതിരയ്ക്ക് പ്രവാചകന്റെ അടുക്കലേക്ക് എത്താൻ കഴിയാതെ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്ന ഒരു രംഗമുണ്ട്. കിസ്റ ചക്രവർത്തിമാരുടെ കയ്യിൽ അധികാരത്തിന്റെ ഭാഗമായി അവർ അണിയുന്ന വളകൾ അത് താങ്കളുടെ കൈകളിൽ അണിയിക്കപ്പെട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും സുറാഖ എന്ന് ചോദിക്കുന്ന രംഗമാണ്. അതിനുശേഷം പ്രവാചകന്റെ കാലം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം അവസാനിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ആണ് അവരുമായി നടത്തിയ പോരാട്ടം, യുദ്ധവും പേർഷ്യൻ സാമ്രാജ്യം തകരുന്നതും
ഗനീമത്ത് സമ്പത്തായിക്കൊണ്ട്, യുദ്ധാർജിത സമ്പത്തായിക്കൊണ്ട് പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന, അവരുടെ കൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ശേഖരിക്കുകയും ചെയ്ത കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ അന്ന് റസൂലുള്ള പറഞ്ഞ ആ അധികാരത്തിന്റെ വളകൾ എത്തിച്ചേരുന്നുണ്ട്. ആ സമയത്ത് സുറാഖ മുസ്ലിമാകുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു, ഇസ്ലാമിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്ന സമയമാണ്. അങ്ങനെ സുറാഖയെ വിളിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞ ആ വാക്ക്, അല്ലെങ്കിൽ അവിടെ കൊടുത്ത ആ ഒരു കരാറ് വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ള അന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു റസൂൽ കൊടുത്ത ആ കരാറിന്റെ പൂർത്തീകരണം പ്രവാചകന്റെ കാലശേഷം വർഷങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നിർവഹിക്കുകയാണ്. സുറാഖയുടെ കൈകളിലേക്ക് പേർഷ്യൻ അധികാരികളുടെ, കിസ്റ ചക്രവർത്തിമാരുടെ അധികാരവള അണിഞ്ഞു കൊടുക്കുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒരു വലിയ നിർദ്ദേശമാണ്, ഒരു മഹത്തായ ഗുണമാണ് കരാറുകൾ പാലിക്കുക എന്നത്. കരാർ പാലനത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ കുറച്ചാളുകൾ മാത്രമാണ് അതിൽ സൂക്ഷ്മത പുലർത്തുന്നത്. അധികം ആളുകളും ആ വിഷയത്തിൽ വീഴ്ച വരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ അഅറാഫിലെ 102-ാമത്തെ വചനത്തിൽ കാണാം, വമാ വജദ്നാ ലി അക്സരിഹിം മിൻ അഹദ്. അവരിൽ അധികം ആളുകളെയും കരാർ പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വഇൻ വജദ്നാ അക്സറഹും ലഫാസിഖീൻ. അവരിൽ അധികം ആളുകളെയും കണ്ടത് തെമ്മാടികളായിട്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരാർ പാലനം നടത്താത്തവരായിട്ടാണ് എന്ന് പറഞ്ഞു. അല്ലാഹു തആലയുടെ ഒരു കൽപ്പനയാണ്, വബിഅഹദില്ലാഹി ഔഫൂ ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തദക്കറൂൻ. ഒരു വസിയത്തായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് എന്ത്? വബിഅഹദില്ലാഹി ഔഫൂ. അല്ലാഹുവിനോടുള്ള കരാറുകൾ നിങ്ങൾ പൂർത്തിയാക്കണം. ദാലികും വസ്സാകും, അത് നിങ്ങൾക്കുള്ള ഒരു വസിയത്താണ്, ഉപദേശമാണ്, നിർദ്ദേശമാണ്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞു. മറ്റൊരിടത്ത് കരാർ വിഷയത്തെക്കുറിച്ച് അല്ലാഹു തആല പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഒരു സിഫത്താണ് കരാർ പൂർത്തിയാക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ ഒരു സിഫത്താണ്. അതും സൂറത്ത് തൗബയിലെ 111-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വമൻ ഔഫാ ബിഅഹദിഹി മിനല്ലാഹ്. അല്ലാഹുവിനെക്കാളും കരാർ പൂർത്തിയാക്കുന്നവൻ വേറെ ആരാണുള്ളത്? അല്ലാഹു കരാറുകൾ വെച്ചിട്ടുണ്ട്. ഫാത്തിഹയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായ അർത്ഥന നടത്തുന്നു എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയുമെന്നാണ്, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു അഹദാൻ, കരാറാണ്. അതുകൊണ്ട് തന്നെ വലിയ അബ്ദി മാ സഅല, അവൻ എന്താണോ ചോദിക്കുന്നത് അത് അവന് ഞാൻ നൽകും. അപ്പോഴാണ് നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറയുന്നത്. ഈ രൂപത്തിൽ അള്ളാഹു വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് കരാറുകൾ നൽകിയിട്ടുണ്ട്. സ്വർഗം നൽകാമെന്നത് കരാറാണ്. വിശ്വാസികൾക്ക് സ്വർഗം നൽകുമെന്ന് അള്ളാഹു തആല കരാർ നൽകിയിരിക്കുകയാണ്. അവിടെ പാലിക്കേണ്ട ചില നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ എന്ന് അള്ളാഹു തആല പറയുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സിഫത്താണ് കരാർ പൂർത്തിയാക്കുക എന്നുള്ളത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുൽ വാഹിദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലാ അഹദ ഔഫ ബിമാ വഅദ മിനല്ലാഹ്. അല്ലാഹുവിനെക്കാളിലും കരാർ പൂർത്തിയാക്കുന്ന ഒരാളും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബിമാരുടെ ഗുണങ്ങളിൽപ്പെട്ടതാണ് കരാർ പൂർത്തിയാക്കുക എന്നുള്ളത്. ഇബ്രാഹിം അല്ലദീ വഫ, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്നുള്ളത്. അല്ലാഹു തആല ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കും. അത് എത്ര പ്രതിബന്ധമായാലും ശരി, എത്ര പ്രതികൂലമായ സാഹചര്യത്തിലുള്ളതായാലും ശരി, അത് പൂർത്തിയാക്കുന്നതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുന്നിട്ട് നിന്നിരുന്നു. മകനെ അറുക്കാൻ പറഞ്ഞ സന്ദർഭം, ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചു പോകാൻ പറഞ്ഞ സന്ദർഭം, ഓരോ രംഗവും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തയിൽ ഒരുപക്ഷെ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള പ്രതിസന്ധികൾ മുമ്പിൽ വന്നപ്പോ അള്ളാഹു ചില കരാറുകൾ വെച്ചപ്പോ ആ കരാറുകൾ പൂർത്തിയാക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുന്നിട്ട് നിന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
അതുമാത്രവുമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമസ്കാരം എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയുന്നത്, വിട്ടുവീഴ്ച എന്ന് പറയുന്നത്, ഇതൊക്കെ കരാർ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം അള്ളാഹുവിനോടുള്ള നമ്മളുടെ കരാർ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. കാരണം അതൊക്കെ സത്യസന്ധതയുടെയും തഖ്വയുടെയും അടയാളമാണ് എന്നാണ് കരാർ പൂർത്തിയാക്കുന്നത്. സത്യസന്ധതയുടെയും തഖ്വയുടെയും അടയാളമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. വൽമൂഫൂന ബിഅഹദിഹിം ഇദാ ആഹദു, കരാർ ചെയ്തു കഴിഞ്ഞാൽ, കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം ആളുകൾ, ചില ആളുകൾ അവർ പൂർത്തിയാക്കുന്നവരായിരിക്കും ആ കരാറുകൾ. വസ്വാബിരീന ഫിൽ ബഅസാഇ വദ്ദറാ, പ്രതിബന്ധങ്ങളിൽ, പരീക്ഷണങ്ങളിൽ, പ്രതിസന്ധികളിൽ അവർ അല്ലാഹുവിന്റെ ക്ഷമയോടുകൂടി നിലകൊള്ളുന്നവരായിരിക്കും. അവർ സത്യസന്ധരാണ്, അവർ തഖ്വയുള്ളവരാണ്, മുത്തഖീങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റോമക്കാരുമായി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആ യുദ്ധത്തിന് പുറപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ സത്യത്തിൽ അവിടെ അവരുമായിട്ടൊരു കരാർ ഉണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു, ഇത്ര കാലാവധി വരെ നമ്മൾ യുദ്ധമുണ്ടാകില്ല എന്ന ഒരു കരാർ ഉണ്ടായിരുന്നു. പക്ഷെ ആ കരാറ് ഓർക്കാതെ മുആവിയ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, ഈ ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആ ഒരു സമയത്ത് ഒരു സഹാബി കുതിരപ്പുറത്ത് ആഗതനാവുകയും അവിടെ അവരുടെ മുന്നിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, നിങ്ങൾ കരാർ പാലിക്കണം, നിങ്ങൾ കരാർ പാലിക്കണം എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ചതിപ്രയോഗം പാടില്ല, ചതി പാടില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആ വന്ന ആൾ ആരാണെന്ന് നിരീക്ഷിച്ചു. അത് അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തെ വിളിപ്പിച്ചു. അങ്ങനെ വിളിപ്പിച്ച് കാര്യം തിരക്കി. അപ്പോ അദ്ദേഹം പറഞ്ഞു, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേട്ടിട്ടുണ്ട്, വല്ലവനും മറ്റൊരാളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറിന്റെ കാലാവധി തീരുന്നത് വരെ അവരുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നീക്കവും പാടില്ല. ഇനി കരാറിന്റെ കാലാവധി അവസാനിച്ചു എന്ന് അവരുമായി അറിയിച്ച് ബോധ്യപ്പെടുത്തതിന് ശേഷമേ മറ്റൊരു നീക്കം പാടുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോ തന്റെ സൈനിക പദ്ധതി അവസാനിപ്പിച്ച് തിരികെ പോവുകയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ നീക്കം അവസാനിപ്പിക്കുകയാണ് അവിടെ. അത്രയ്ക്കും ആ വിഷയത്തിൽ അവർ സൂക്ഷ്മത പാലിക്കുകയാണ്. അതുപോലെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ബദർ യുദ്ധത്തിൽ അവിടെ ഉണ്ടായിരിക്കെ അദ്ദേഹം എന്ത് ചെയ്തില്ല, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. എന്തുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഞാനും മറ്റൊരു വ്യക്തിയുമായി കൊണ്ട് മദീനയിലേക്ക് വരുമ്പോ ഞങ്ങളെ ശത്രുക്കൾ പിടികൂടിയിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും ശത്രുക്കൾ പിടികൂടി. അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മുഹമ്മദിനെ ലക്ഷ്യമാക്കിയല്ലേ പോകുന്നത്? നിങ്ങൾ മുഹമ്മദിനെ ലക്ഷ്യമാക്കിയല്ലേ നിങ്ങൾ പോകുന്നത്? അങ്ങനെ അവരെ വിട്ടു. ഇവരെ രണ്ടുപേരെയും ആ ശത്രുക്കൾ വിട്ടുകൊണ്ട് പറഞ്ഞു, മദീനയിലേക്ക് പോകാം, പക്ഷെ നിങ്ങൾ മുഹമ്മദിന്റെ കൂടെ യുദ്ധത്തിന് പങ്കെടുക്കാൻ പാടില്ല. നിങ്ങളെ വിടാം, ഒരു കരാറുണ്ട്, നിങ്ങൾ മദീനയിലേക്ക് പൊയ്ക്കോളൂ, പക്ഷേ മുഹമ്മദിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെ ആ കരാറ് നൽകിക്കൊണ്ട് അവിടെ നിന്നും അവരെന്ത് ചെയ്തു, യാത്ര പോവുകയാണ് ചെയ്തത് മദീനയിലേക്ക്. അതുകൊണ്ട് തന്നെ അവർ ആ യാത്ര മദീനയിലേക്ക് അവർ മടങ്ങി. പക്ഷേ ബദർ യുദ്ധത്തിൽ അവരുമായുള്ള ആ ഒരു കരാർ പാലനത്തിന്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുത്തില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന എന്താണ്, നമ്മൾ മറ്റൊരാളുമായി കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ നമ്മൾ കൃത്യതയും സൂക്ഷ്മതയും പാലിക്കണമെന്നാണ്. കാരണം ഏറ്റവും വലിയ കരാർ അള്ളാഹുമായുള്ള കരാറാണ്. അള്ളാഹുമായുള്ള കരാറാണ്.
ഇപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊള്ളാമെന്നുള്ളത് ഓരോ ആദം സന്തതികളും അവന്റെ ജന്മത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ തുടക്ക സമയത്ത് തന്നെ അള്ളാഹുവിൽ നിന്ന് കരാർ വാങ്ങിയിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തആല പറയുകയാണ്, ഇത് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയത്തുഹും വഅശ്ഹദഹും. ഓരോ മക്കൾ, ഓരോ സന്തതികളും അവരുടെ ഉമ്മമാരുടെ മുതുകുകളിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ അവരിൽ നിന്നും സ്വന്തം നെഫ്സിൽ നിന്ന് തന്നെ സ്വയം അവരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബ് തന്നെയല്ലേ, ഞാൻ നിങ്ങളുടെ റബ്ബ് തന്നെയല്ലേ, സംരക്ഷണം തന്നെയല്ലേ. ഖാലൂ ബലാ, പിന്നല്ലാതെ അതല്ലാതെ പിന്നെ അങ്ങാരാണ്? റബ്ബുനാ ഫഹ്ദിനാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അങ്ങ് ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല, ഞങ്ങളത് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അൻ തഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയും എന്ന് പറയും, ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ആ വിഷയത്തിൽ ഞങ്ങൾ അശ്രദ്ധരായിരുന്നു, ആ വിഷയത്തിൽ ഞങ്ങൾ ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് നിങ്ങൾ അന്ന് പറയും. അതുകൊണ്ട് ജനിക്കുന്ന ആ സമയം തന്നെ അല്ലാഹു തആല ആ വിഷയത്തിൽ കരാർ വാങ്ങിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ കരാറിനെ സംബന്ധിച്ച് മഹാനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, കുല്ലു മാ അഹല്ലല്ലാഹു വമാ ഹറമ വമാ ഫറള ഫീ ഖുർആനി ഫഹുവ അഹദുൻ. എന്തൊക്കെയാണ് അഹദ്, എന്തൊക്കെയാണ് കരാർ? അല്ലാഹു ഖുർആനിൽ ഹലാലാക്കിയതും അല്ലാഹു ഖുർആനിൽ ഹറാമാക്കിയതും അല്ലാഹു നിബന്ധനയാക്കിക്കൊണ്ട് പഠിപ്പിച്ചതുമൊക്കെ അതെല്ലാം കരാറാണെന്നാണ്, അതെല്ലാം കരാറാണെന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിക്കണം, അള്ളാഹുവിനോടുള്ള കരാർ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ നമ്മളുടെ നിലപാടെന്താണ്, നമ്മൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്താണ്? നമ്മളുടെ ഓരോ രംഗത്തും, സാമ്പത്തിക രംഗമെടുക്കാം, കുടുംബ രംഗമെടുക്കാം, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന വിഷയമെടുക്കാം, സ്വന്തം നെഫ്സിന്റെ വിഷയത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട, നമ്മൾ പൂർത്തീകരിക്കേണ്ട ഒരുപാട് കടമകളുണ്ട്, കരാറുകളുണ്ട്. ആ കരാറുകൾ പൂർത്തീകരിക്കുന്ന വിഷയമെടുക്കാം. ഓരോന്നും എണ്ണി എണ്ണി നമ്മൾ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, പലപ്പോഴും പലരും പല വിഷയത്തിലും കരാറ് പൂർത്തീകരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കരാറ് പൂർത്തീകരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നമുക്കറിയാം, എപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം അതിൽ സാമ്പത്തിക വിഷയമാണ്. ഇന്ന ദിവസം തരാം, ഇന്ന തീയതിയിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ കാണിക്കാത്ത സൂക്ഷ്മത നമ്മളുടെ ഇടയിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്, വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ വിപത്താണ്. അതുകൊണ്ട് തന്നെ അത്തരം സാമ്പത്തിക വിഷയങ്ങളിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കടം വാങ്ങുമ്പോൾ എഴുതി വാങ്ങണം, പടപത്രം എഴുതി അതിൽ ഡേറ്റുമിട്ട് ഒപ്പുമിട്ട് സാക്ഷികൾ സഹിതം വാങ്ങണം എന്നുള്ള നിബന്ധന പോലും ഇസ്ലാം വെച്ചത് അവിടെ വലിയ ഒരു ഫിത്നയ്ക്ക്, കുഴപ്പത്തിന് കാരണമാകുമെന്നുള്ളത് കൊണ്ടാണ്. അകന്നുപോകും തമ്മിൽ, മനുഷ്യന്മാര് തമ്മിൽ അകലുകയാണ്, കുടുംബങ്ങൾ തമ്മിൽ അകലുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇസ്ലാം വ്യവസ്ഥ വെച്ചിട്ടുള്ള ആ വ്യവസ്ഥയിലൂടെ നമ്മൾ അതിനുള്ള കരാർ പാലനങ്ങൾ നടത്തണം. ഇനി പറഞ്ഞ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെല്ലണം, അവിടെ അവരോട് വിഷയം പറയണം, ഒരല്പം കൂടി നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെടണം. അതൊക്കെ അവിടെ നടക്കേണ്ട കാര്യങ്ങളാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, മറ്റുള്ള ഏതൊരു നമ്മൾ നിർവഹിക്കുന്ന അമൽ സ്വാലിഹാത്തുകൾ എടുത്തു നോക്കുക, അവിടെ എല്ലാം ഇത്തരത്തിലുള്ള കരാർ പാലനത്തിൽ വീഴ്ച സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രവുമല്ല, വൽതകും മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് കരാർ പാലനമാണ്. അള്ളാഹുവിനോടുള്ള കരാർ പാലനമാണ്. ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, എത്തിച്ചു കൊടുക്കും എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങിയ ഒരു കരാറാണ്. ആ കരാർ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ നമ്മളുണ്ടോ? ഇവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സംഘങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, പ്രവർത്തിക്കാനുള്ള മാർഗങ്ങളുണ്ട്, സത്യസന്ധമായി പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന കൂട്ടായ്മകളുണ്ട്. അവിടെ നമ്മളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിൽ നിന്ന് പ്രവർത്തിക്കാൻ നമ്മളുടെ സമയവും സമ്പത്തും നമ്മൾ എത്രമാത്രം വിനിയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അതൊക്കെ കരാർ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ആ രൂപത്തിൽ അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച ഒരു വലിയ ഗൗരവപ്പെട്ട വിഷയമാണ് ഇത്. പൂർത്തീകരിച്ചാൽ
നമുക്ക് ലഭിക്കുന്നത് മഹത്തായ പ്രതിഫലമാണ് എന്ന ബോധത്തോടെ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കരാറുകൾ പൂർത്തിയാക്കുന്ന വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന, അത്തരത്തിൽ പൂർത്തീകരണം നടത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ طيبا മുബാറകൻ ഫീഹി الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്വഭാവ സവിശേഷതയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. കരാറ് പൂർത്തിയാക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അറിയിച്ചു തന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും 4 കാര്യങ്ങളെ സംബന്ധിച്ച്. ഈ 4 കാര്യങ്ങൾ അതില്ലാത്ത ഒരു വ്യക്തി അവൻ മുനാഫിഖ്, കപട വിശ്വാസിയാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അതിനെ സംബന്ധിച്ച് നമുക്ക് കാണാം, ഇദാ ഹദ്ദത കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ ഖാസമ ഫജറ വഇദാ ആഹദ ഗദറ. ഇങ്ങനെ ഓരോന്നോരോന്നായി കൊണ്ട് എണ്ണി പറയുകയാണ്. സംസാരിച്ചാൽ കളവ് പറയുന്ന വ്യക്തി, സത്യം ചെയ്താൽ അത് ലംഘിക്കുന്ന വ്യക്തി, അതുപോലെ തന്നെ തമ്മിൽ തെറ്റിയാൽ ചീത്ത പറയുകയും ആ രൂപത്തിൽ മോശത്തരങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തി, കരാറ് ചെയ്തിട്ട് ആ കരാറ് പാലിക്കാതെ അത് മുറിച്ചു കളയുന്ന വ്യക്തി, ഇവരൊക്കെ കപട വിശ്വാസത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസം പരിശുദ്ധമല്ല, കളങ്കരഹിതമല്ല, കളങ്കം നിറഞ്ഞതാണ്. ആ രൂപത്തിൽ ഒരിക്കലും ഒരു മുഅ്മിൻ ആകാൻ പാടില്ല. നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലും നമ്മൾ സൂക്ഷ്മത പാലിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഏറ്റവും വലിയ വില നാളെ പരലോകത്ത് ആ വിഷയത്തിൽ കൊടുക്കേണ്ടി വരും. പലപ്പോഴും നമ്മളുടെയൊക്കെ നിലയും വിലയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മളുടെ സ്വഭാവ സവിശേഷതകളിൽ പോരായ്മകൾ സംഭവിക്കുന്നത് ഈ വിഷയത്തിലാണ്. താൽക്കാലികമായ ഒരു രക്ഷപ്പെടലായിരിക്കും അവിടെ, താൽക്കാലികമായ ഒരു രക്ഷപ്പെടൽ ഒരുപക്ഷെ അവിടെ സാധ്യമാകും. പക്ഷേ അതിന്റെ പേരിൽ ഒരുപക്ഷെ ഒരു 100 കളവ് അതിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയേണ്ടി വരും, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ഏതോ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ ഒരു കളവിനെ നമുക്ക് ന്യായീകരിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ എണ്ണക്കണക്കിന് എണ്ണിയാലൊടുങ്ങാത്ത കളവുകൾ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. അത് കാലങ്ങളോളം അത് പറഞ്ഞു നിലനിൽക്കേണ്ടി വരും. പക്ഷെ സത്യം തുറന്നു പറഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന ഒരു കയ്പ് അത് ചിലപ്പോ ഒരല്പം കഴിയുമ്പോൾ അത് മാറും, അതങ്ങ് മാറും. നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ മനസ്സും അതുകൊണ്ട് ശുദ്ധമാകും. അതല്ലെങ്കിലോ എപ്പോഴും ഒരു വിശ്വാസിയാണെങ്കിൽ വീർപ്പുമുട്ടലായിരിക്കും, ടെൻഷനായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള മനസ്സിന്റെ രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ന്യൂനതകൾ, അത് പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? പരിഹരിക്കാൻ തയ്യാറാകണം എന്നുള്ളത് നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഇപ്പൊ വാഗ്ദാന ലംഘനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹു മുൻഗാമികളെയും പിൻഗാമികളെയും അള്ളാഹുവിന്റെ അടുക്കൽ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടിയാൽ എല്ലാ ചതിയന്മാർക്കും ഓരോ പതാക ഉയർത്തുമെന്നാണ്. ചതി നടത്തുന്ന, വഞ്ചന നടത്തുന്ന, പതാക പാലിക്കാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ ചതിയനാണ്, അവൻ വഞ്ചകനാണ്. അത്തരത്തിലുള്ള ഓരോ ആളുകൾക്കും പതാക ഉയർത്തുമെന്നാണ്. അപ്പോൾ പറയപ്പെടും, ഇത് ഇന്നയാളുടെ മകനായ ഇന്ന ആളുടെ വാഗ്ദാന ലംഘനമാണ് ഈ കാണുന്നത് എന്ന് അവിടെ ഇങ്ങനെ പതാക ഉയർത്തി പ്രദർശിപ്പിക്കുമെന്നാണ്. ഇന്ന ആളുടെ മകനായ ഇന്ന ആളുടെ വാഗ്ദാന ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ത്യനാളിൽ എല്ലാ ചതിയന്മാർക്കും അവരുടെ പൃഷ്ഠത്തിനടുത്ത് ഒരു പതാകയുണ്ടായിരിക്കും എന്നാണ് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മളുടെ നിന്നുണ്ടാകുന്ന ഒരു പ്രയാസം നാളെ പരലോകത്തൊരു വലിയ പ്രയാസമാവുകയും അവിടെ ആക്ഷേപത്തിന് കാരണമാവുകയും നിന്ദ്യരാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പ്രിയമുള്ളവരെ അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ തിരിച്ചറിവുള്ളവരാണ്, നമ്മൾ കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്, ശരിയായ പാതയിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇത്തരം മേഖലകൾ കൂടി നമ്മൾ സൂക്ഷ്മത പാലിച്ചാൽ ഒരുപക്ഷെ ഒരുപാട് നമുക്ക് ആ വിഷയത്തിൽ ഒരു പൂർണ്ണതയിലേക്ക്, ദീനിന്റെ വിശ്വാസ രംഗത്തുള്ള പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മെ എവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂക്ഷ്മത ഇത്തരം മേഖലകളിലൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ, വീഴ്ചകൾ, കുറവുകൾ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. കൂടുതൽ ഊർജ്ജസ്വലമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനും ചെറുതും വലുതുമായ എല്ലാ രംഗങ്ങളിലും സൂക്ഷ്മത പാലിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ അമൽ സ്വാലിഹാത്തുകൾ അത് നീ നിഷ്പ്രഭമാക്കി കളയല്ലേ അല്ലാഹ്. ചിന്നിച്ചിതറിയ ധൂളികൾ കണക്കെ നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളിൽ നീ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വെച്ചു കളയല്ലേ റബ്ബേ. എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഗാസയുടെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ ഇപ്പോഴും സ്വസ്ഥതയില്ലാതെ പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങളും മുസ്ലിം ഉമ്മത്ത് സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് റബ്ബേ. അവർക്ക് നീ സമാധാനം പ്രദാനം ചെയ്യണേ റബ്ബേ. അവർക്ക് നിർഭയം നീ ഇറക്കി കൊടുക്കണമേ റഹ്മാനെ. നിന്റെ കാരുണ്യം നീ അവരിൽ വർഷിക്കണേ അല്ലാഹ്. അവരിൽ കുതന്ത്രങ്ങൾ അഴിച്ചുവിടുന്ന, അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ശത്രുക്കളെ നീ നശിപ്പിക്കണേ അല്ലാഹ്. അവരെ നീ നിന്ദ്യനാക്കണേ അല്ലാഹ്. അവരിലുള്ള ഐക്യത്തെ നീ തകർക്കണേ അല്ലാഹ്. അവരുടെ എല്ലാവിധത്തിലുമുള്ള ശക്തികളെ നീ നിഷ്പ്രഭമാക്കി കളയണേ റബ്ബേ. അവിടെ ഒരു സമാധാനം, ആ നാട്ടിൽ ഫലസ്തീന്റെ മണ്ണിൽ ഒരു സമാധാനം നീ സ്ഥാപിക്കണേ അല്ലാഹ്. അവരുടെ വേദനകൾക്ക്, അവരുടെ ബുദ്ധിമുട്ടുകൾക്ക്, അവരുടെ പ്രയാസങ്ങൾക്ക് നീ പരിപൂർണമായ പ്രതിഫലം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ധാരാളം സഹോദരങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, വിശ്വാസികളായി ജീവിച്ചു പോയവരുണ്ട്. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.